എല്ലാ കൂട്ടുകാർക്കും ജയശ്രീ ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബ്ലൗസിൻ്റെ ബാക്ക് നെക്കിന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ 4 തരം റൗണ്ട് നെക്കിൻ്റെ കട്ടിംഗ് വീഡിയോ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഒരു വട്ടം നമ്മൾ വരച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണ പോലെ ആയിരിക്കില്ല നമുക്ക് മറ്റൊരു ബ്ലൗസ് റൗണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഒക്കെ മാറി പോവും. അപ്പോൾ എങ്ങനെയാണ് 4 തരം റൗണ്ട് നെക്ക് കട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഞാനിവിടെ ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനിവിടെ 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യണേറ്റ് മുന്നേ നിങ്ങൾ അളവ് ബ്ലൗസിലാണെച്ചാൽ കറക്റ്റ് ആ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് 1/4 ഇഞ്ച് കുറയ്ക്കുക. ഇനിയിപ്പോൾ അളവൊന്നും നിങ്ങൾക്ക് അറിയില്ല, നെക്ക് വിഡ്ത്ത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ പകുതിയാണ് നെക്ക് വിഡ്ത്തായിട്ട് എടുക്കേണ്ടത്. അതിൽ നിന്ന് എപ്പോഴും 1/4 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ നെക്ക് വിഡ്ത്ത് അഥവാ കഴുത്ത് വണ്ണം മാർക്ക് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോൾ ആ കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് എപ്പോഴും 1/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക. ബ്ലൗസിൻ്റെ ബാക്ക് നെക്കിൻ്റെ ഇറക്കമായാലും 1/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക. ഇവിടെ 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് വരുന്നത്. ഞാനിവിടെ 2.25 ഇഞ്ചിലാണ് നമ്മുടെ കഴുത്ത് വണ്ണം മാർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇറക്കം 8.5 ഇഞ്ചാണ്. ഞാനിവിടെ 8.25 ഇഞ്ചിലാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണത്. ഞാനിവിടെ മാർക്ക് ചെയ്തു 8.25 ഇഞ്ചിൽ. ഇനി നമുക്ക് ഇവിടെയും നമുക്ക് 8.25 ഇഞ്ച് തന്നെ എടുക്കാം അടിയിലെ വീതി. എന്നിട്ടത് ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് ഞാനിവിടെ വരച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അളന്നിങ്ങനെ നോക്കാം കേട്ടോ. 2.25 ഇഞ്ച് ഇവിടെയും നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പം അങ്ങനെ നമുക്കതൊരു ബോക്സ് ആക്കിയിട്ട് വരച്ചെടുക്കാം. ഞാനിതാ ബോക്സ് ആക്കിയിട്ട് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി വേണ്ടത് ഈ കോർണറിൽ നിന്ന് നമ്മുടെ ആ ബോക്സ് വരച്ചല്ലോ, ആ കോർണറിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. 1.25 ഇഞ്ച് ഞാൻ ഇത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ നെക്കിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഒരു 1/4 ഭാഗത്തോളം വരും മുകളിൽ നിന്ന്. അവിടെ നിന്ന് ഈ 1.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, ആ മാർക്കിങ്ങിൽ കൂടി ഇതുപോലൊരു ഷേപ്പ് വരച്ച് കൊടുക്കുക. നമുക്കിത് കറക്റ്റ് യു ഷേപ്പിലുള്ള നെക്കായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഉള്ളതല്ല, സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇതിന് കുറച്ചും കൂടി വിരിവുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയുണ്ടാവും. നല്ല യു ഷേപ്പിൽ തന്നെ നമ്മുടെ ബ്ലൗസിൻ്റെ നെക്ക് കിടക്കും. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കറക്റ്റ് യു നെക്ക് കിട്ടിയോന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാനിവിടെ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോർണർ കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. തുണിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ യു നെക്ക്. കണ്ടോ, കറക്റ്റ് യു ഷേപ്പിലുള്ള നെക്ക് കിട്ടും. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോൾ കുറച്ചും കൂടി വൈഡാവും. പിന്നെ നമ്മളത് ഇട്ട് കഴിയുമ്പോൾ ബോഡിയിൽ ഇട്ട് കഴിയുമ്പോൾ ഡമ്മിക്ക് ഇടുന്ന പോലെയൊന്നുമല്ല, നമ്മുടെ ബോഡിയിൽ ഇട്ട് കഴിയുമ്പോൾ അത് കുറച്ചുകൂടി വൈഡ് ഉണ്ടാവും അതിന്. നമുക്ക് നല്ല ഭംഗിയിൽ ഈ നെക്ക് കിടക്കും. അപ്പോൾ ഇവിടെ ഒട്ടും അറിയാത്തവർ ഇവിടെ ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് മുട്ടിച്ച് ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. ഇവിടെ ഒരു 1.25 ഇഞ്ച്. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാർക്കിംഗ് എന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. അപ്പോൾ കറക്റ്റ് ഈ യു ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ മനസ്സിലായല്ലോ, ഇത്രയേ ഉള്ളൂ ആദ്യത്തെ യൂനെക്ക്. ഇനി നമുക്ക് ഈ യൂനെക്ക് മാറ്റി വെച്ച് നമുക്ക് രണ്ടാമത്തെ യൂനെക്ക് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ വീണ്ടും ഇവിടെ ചാർട്ട് പേപ്പർ എടുക്കുന്നുണ്ട്. നമ്മൾ രണ്ടാമത്തെ ചാർട്ട് പേപ്പർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതും ഇതുപോലെ തന്നെ നെക്ക് വിഡ്ത്ത് നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയത് തന്നെ സാധാ നെക്ക് വിഡ്ത്തിനെക്കാട്ടും കറക്റ്റ് അളവിനെക്കാട്ടും 1/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക. പിന്നെ ഷോൾഡർ ജോയിൻറ്റ് വിട്ടിട്ട് വേണം നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാനായിട്ട്. അതും 1/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു ബോക്സ് ആക്കിയിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക. അപ്പോൾ നെക്ക് വിഡ്ത്തിലും ഞാനിവിടെ ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് കറക്റ്റ് ബോക്സായിട്ട് കിട്ടിയിട്ടുണ്ട്.
കറക്റ്റാക്കിയിട്ട് വെച്ചു. ഇനി അത് വരച്ച് കൊടുക്കാം. വരച്ച് കൊടുത്തു. ഇനി നമുക്കത് കോർണറിൽ നിന്ന് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ കട്ടിങ്ങിനെ ഈ കോർണറിൽ നിന്ന് അര ഇഞ്ച് മാത്രമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ വരച്ച് കൊടുക്കണത്. അര ഇഞ്ച് മാത്രം. ഇത് കറക്റ്റ് യൂനെക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിങ്ങനെ രണ്ട് സൈഡിൽ കർവായിട്ട് വരുന്ന ഒരു ചതുരക്കഴുത്ത് ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഷേപ്പിലുള്ള ഒരു നെക്കാണിത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇതും നല്ല ഭംഗി, ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള നെക്കാണ്. ഇത് കുറച്ചും കൂടി വൈഡായിട്ട് കിടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് കാണാൻ. പക്ഷെ അത് കറക്റ്റ് യൂനെക്കല്ല. ഞാൻ പറഞ്ഞല്ലോ സൈഡിൽ മാത്രം കുറച്ച് കർവായിട്ട് വരും. അങ്ങനെ ഒരു നെക്കാണിത്. കോർണറിൽ നിന്ന് അര ഇഞ്ച് മാത്രം നമ്മൾ മാർക്ക് ചെയ്തിട്ടാണ്, അര ഇഞ്ചോ 3/4 ഇഞ്ചോ നമുക്ക് ഒരു 3/4 ഇഞ്ചോളം നമുക്ക് മാർക്ക് ചെയ്തിട്ട് ഇതാ കട്ട് ചെയ്താൽ ഇങ്ങനെ ഒരു നെക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഞാനിവിടെ കട്ട് ചെയ്ത് കാണിച്ചു തരാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനൊരു ഷേപ്പ്. രണ്ട് കോർണറിൽ മാത്രം ഒരു കർവ് വരുന്ന ഒരു ഷേപ്പായിരിക്കും. ഞാൻ പറഞ്ഞത് സ്റ്റിച്ച് ചെയ്ത് ഹെമിങ് ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടി വൈഡായിട്ട് കിടക്കും കേട്ടോ അത്. ഇത് നല്ല ഭംഗിയുള്ള നെക്കാണ്. ഇത് നിങ്ങൾക്ക് ബാക്ക് നെക്കിനെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയിൽ കിടക്കും. കണ്ടോ, 1/4 ഇഞ്ചിൽ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് ഹെമിങ് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയിൽ കിടക്കണ ഒരു നെക്കാണിത്. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതേ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ആ ഷേപ്പ് മാറിപ്പോവും. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും ഇതിലെന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഷേപ്പ് മാറിപ്പോവും. പകുതി കട്ടിങ്ങിലും പകുതി സ്റ്റിച്ചിങ്ങിലാണ് ഇതിൻ്റെ കാര്യം. ഇത് കറക്റ്റ് ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്താൽ ഇതുപോലത്തെ നെക്ക് കിട്ടും. അപ്പോൾ ഈ നെക്കും നല്ല ഭംഗിയുള്ള നെക്കാണ്. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ നെക്ക് വിടുത്തും ആ ബ്ലൗസ് നെക്കിൻ്റെ ഇറക്കമൊക്കെ സാധാ പോലെ തന്നെ കേട്ടോ. നിങ്ങളുടെ അളവ് എത്രയാണോ അതുപോലെ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഈ അളവ് നോക്കണ്ട, നിങ്ങളുടെ ബ്ലൗസിൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഇത് നമ്മൾ അടിഭാഗത്ത് ഒരു അര ഇഞ്ച് കൂടി കൂട്ടി ഒരു 3/4 ഇഞ്ചിലാണ് നമ്മൾ ഈ നെക്ക് മാർക്ക് ചെയ്യുന്നത്. അടിഭാഗത്ത് നമ്മൾ 2.25 അല്ല, മുകൾ ഭാഗത്ത് നമ്മൾ 2.25 ഇഞ്ചിലും അടിഭാഗത്ത് 3/4 ഇഞ്ചിലും കുറച്ച് വൈഡായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് അടിഭാഗം. ഇത് അങ്ങനത്തെ ഒരു നെക്കാണ്. ഇനി നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ കോർണറിൽ നിന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇവിടെയും നമുക്കൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 1 ഇഞ്ചിലേക്ക് നിങ്ങൾ മുട്ടിച്ച് കൊടുത്താൽ മതി. ഇനി ഇവിടെ നിന്ന് ഒരു 2.5 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അവിടെ നിന്നൊരു 1/4 ഇഞ്ച് തള്ളി നിൽക്കുക കേട്ടോ. കണ്ടോ, 1/4 ഇഞ്ചിൽ ഒന്ന് പുറത്തേക്കൊന്ന് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ചെറുതായിട്ടിങ്ങനെ വീതി കുറച്ച് കൊണ്ടുവന്ന് ഈ 1/4 ഇഞ്ചിൽ കൂടി നമ്മൾ 1/4 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ കൂടി നല്ലൊരു റൗണ്ട് ഷേപ്പ് ആ 1 ഇഞ്ചിലേക്ക് മുട്ടിച്ച് കൊടുക്കുക. നമുക്ക് നല്ല ഷേപ്പുള്ള നെക്ക് കിട്ടും. കണ്ടോ, ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. ഞാൻ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല റൗണ്ട് ഷേപ്പ് കിട്ടും. നമ്മുടെ ബ്ലൗസിന് നല്ല ഭംഗിയുണ്ടാവും ഈ ഒരു നെക്ക് കട്ട് ചെയ്താൽ. കണ്ടോ, ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനതോടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ആ ഒരു ഷേപ്പ് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഷേപ്പാണത്. സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്തൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് ആ ബാക്ക് നെക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ടോയെന്ന്. കണ്ടോ, നല്ല ഭംഗിയിലുള്ളൊരു യു ഷേപ്പായിരിക്കും. നല്ല റൗണ്ട്, അടിഭാഗത്ത് നല്ല റൗണ്ട് ഷേപ്പിൽ കിടക്കണ ഒരു നെക്കായിരിക്കും നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടുക. സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോൾ ഇതിലും നല്ല ഭംഗിയിൽ നമുക്ക് നമ്മുടെ ബാക്കിൽ നന്നായിട്ട് കിടക്കും കേട്ടോ അത്, നമ്മുടെ ബാക്ക് നെക്ക്. അപ്പോൾ ഈ നെക്കൊന്ന് ചെയ്ത് നോക്കാം. ഇനി അടുത്തത് നമുക്ക്
4.5 ഇഞ്ചിലാണ് നമുക്ക് ഈ നെക്കിൻ്റെ ഇറക്കം നമുക്ക് മാർക്ക് ചെയ്യണത്. നമുക്ക് മനസ്സിലാവല്ലോ, ഇതൊരു ബോട്ട് നെക്കാണ്. അപ്പോൾ വീതിയും 4.5 ഇഞ്ചിലാണ്. 1/4 ഇഞ്ച് കുറച്ച് 4.25 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോട്ട് നെക്കിന് ഇത്രയ്ക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കമൊക്കെ ഇത്രയ്ക്ക് മതിയാവും. മാക്സിമം 5 വരെ നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം കൊടുക്കാം. പക്ഷെ അതിൽ കൂടുതലായിട്ട് ആയാൽ അത് ഭംഗി ഉണ്ടാവില്ല. എന്താ ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോർണറിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് 1 ഇഞ്ച്. ഇനി ഇവിടെ നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് വരും. അവിടെ നിന്ന് കുറച്ച് ഇറക്കിയിട്ട് വേണം നമുക്ക് ആ ഷേപ്പ് വരച്ചെടുക്കാനായിട്ട്. ഈ 1.5 ഇഞ്ചിൽ കൂടി ആ 1 ഇഞ്ചിലേക്ക് നമുക്കൊന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ട് നെക്ക്. നമുക്ക് നല്ല ഭംഗിയുള്ള ബോട്ട് നെക്ക് കിട്ടും. ഒട്ടും അറിയാത്തവർക്ക് ഈ മെഷർമെൻ്റ് അനുസരിച്ച് ഇതുപോലെ വരച്ച് മാർക്ക് ചെയ്താൽ നല്ല ഭംഗിയിൽ കിട്ടും. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നമുക്കിവിടെ കാണാം നല്ല ഭംഗിയിൽ നമ്മുടെ ബോട്ട് നെക്ക് നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഓരോ തരം യു നെക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോഴും അതിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.